ഹലോ, അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ വന്നിട്ടുള്ളത് ചുരി പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ അളവെടുക്കുന്ന രീതി പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇത് ക്രോസിലാണ് നമ്മൾ തുണി മടക്കി വെക്കേണ്ടത്. കണ്ടതുപോലെ ക്രോസിലാക്കിയിട്ട് മടക്കി വെക്കണം. ഇനി നമുക്കിതിൽ നമ്മളെ അളവുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്താം. ഫസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ഈ ഒരു മുകൾ ഭാഗത്തു നിന്നായിട്ടാണ്. ഇവിടുന്ന് ഇതുവരെയാണ് നമ്മളെ തുടയളവ് അടയാളപ്പെടുത്തുക. അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. തുടയളവ് അടയാളപ്പെടുത്തുന്ന സ്ഥലമൊക്കെ ഞാൻ ചിത്രമൊക്കെ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ നമുക്ക് വേണ്ട തുടയളവ് ഞാൻ എൻ്റെ അളവിനാട്ടോ എടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ രീതിക്ക് എടുത്തിട്ട് എനിക്ക് കിട്ടുന്നത് 14.5 കേട്ടോ തുടയളവ് കിട്ടുന്നത്. അപ്പം ഇവിടുന്ന് ഇതുപോലെ വെക്കുക, 14 അടയാളപ്പെടുത്തുക. അതിനുശേഷം ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ ടോട്ടൽ നമുക്ക് ഇത്ര കിട്ടും. ഇവിടുന്ന് ഇത്ര കിട്ടും നമുക്ക് തുടയളവായിട്ട്. അപ്പോൾ അവിടെ നമ്മൾ മുകളിൽ തുടയളവ് അടയാളപ്പെടുത്തിയിട്ടോ. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഈ ക്രോസായി നിൽക്കുന്നതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് തുടയളവ് അടയാളപ്പെടുത്തുന്നത്. ഈ ക്ലോസി ഭാഗത്ത് അവിടുന്ന് ഇങ്ങോട്ട് കേട്ടോ. ഇനി ഇവിടുന്ന് താഴോട്ടാണ് നമ്മൾ ആകെ ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നത്. നമ്മൾ ചുരി പാൻറ്റിന് ടോട്ടൽ ലെങ്ത്ത് എടുക്കില്ല, കാരണം നമുക്ക് എത്രത്തോളം ലെങ്ത്ത് കിട്ടുമോ അത്രയും നമ്മൾ എടുക്കും. കാരണം നമുക്ക് അത്രയും ചുരിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ശീലക്കനുസരിച്ച് നമ്മൾ ലെങ്ത്ത് കൂട്ടിക്കൊടുക്കാം. ഇനി ഇതിൻ്റെ നേരെ ഈ ഓപ്പോസിറ്റ് താഴത്തായിട്ടാണ് നമ്മൾ അടിവീതി അടയാളപ്പെടുത്തുന്നത്. നമുക്ക് അടിവീതി വേണ്ടത് 7 ഇഞ്ചാണ്. അപ്പം നമുക്ക് 7 ഇഞ്ച് എവിടെ കിട്ടുമോ അവിടെ വരെ കൊടുക്കാം കേട്ടോ അത്. അപ്പം ഞാനിവിടെ 7 ഇഞ്ച് അടയാളപ്പെടുത്തി. നമുക്ക് ശീലക്കനുസരിച്ച് നീളം കൂട്ടാം കേട്ടോ. നമ്മൾ ഇനി ഈ തുടയളവ് നമുക്ക് നേരെ നമ്മൾ അടിവീതിയിലേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഭാഗത്തു കൂടെ കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ തയ്യൽ തുമ്പാണ് വരുന്നത്. നമുക്ക് ഈ ഡോട്ടിൽ നിന്ന് താഴത്തേക്കും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് രണ്ടും വരക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് വരച്ചാൽ മതി. ഇവിടെ നിന്നൊക്കെ ഇതിൽ തയ്ച്ചൂടെ വന്നിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. തുടയളവ് എടുത്തു, അടിവീതി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ റിഗാളൊക്കെയാണ്, സീറ്റളവൊക്കെ. അപ്പോൾ നമുക്ക് അതെടുക്കണേ. ഇനി നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ സീറ്റളവ് എടുക്കുന്നത്. അപ്പം ഇനി നമുക്ക് നമ്മൾ സീറ്റളവ് അടയാളപ്പെടുത്താം. അപ്പം എനിക്ക് സീറ്റളവ് കിട്ടിയിട്ടുള്ളത് 9.5 ഇഞ്ചാണ്. അപ്പോൾ 9.5 ഇഞ്ച്. പിന്നെ അതിൽക്കൂടെ തയ്യൽ തുമ്പ് കൂടി ഞാൻ കൂട്ടുന്നുണ്ട്. 10 ഒരു 11 എടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചൊക്കെ കൂട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പം ഇവിടുന്ന് മുതൽ ഇത് വരെയാണ് കേട്ടോ അത് വരുന്നത്. 9.5 ഒരു 11 എടുക്കട്ടെ. 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ എത്രയാണോ നമ്മൾ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് അത് തന്നെ ഇങ്ങോട്ട് താഴോട്ട് വേണം. നമ്മളിവിടെ ടോട്ടൽ എടുത്തിട്ടുള്ളത് 17 ഇഞ്ചാണ്. അത് തന്നെ താഴത്തേക്കും നമുക്ക് എടുത്തു കൊടുക്കാം. ഇവിടുന്ന് കേട്ടോ, നമ്മൾ ഇവിടുന്ന് മുതൽ ഇവിടെ നമ്മൾ സീറ്റളവ് അടയാളപ്പെടുത്തിയല്ലോ. അപ്പോൾ അവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ 17 ഇഞ്ചാണ് വരുന്നത്. അത് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി റിഗാളാണ് വേണ്ടത്. റിഗാൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇതാക്കി കൊടുക്കുന്നത്. എനിക്ക് റിഗാൾ കിട്ടിയിട്ടുള്ളത് 9.5 ഇഞ്ചിലാണ്. അപ്പോൾ 9.5 ഇഞ്ചിൽ ഇവിടെ നേരിട്ട് 9.5 ഇഞ്ച് കേട്ടോ ഞാൻ നേരിട്ട് വരയ്ക്കുകയാണ്. അതിനുശേഷം 1 ഇഞ്ച് പുറത്തേക്ക് ഇട്ട് കൊടുക്കും. അതൊന്ന് ഷേപ്പാക്കും. അതിനുശേഷം ഇവിടെ നിന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. കിട്ടിട്ടോ, നമ്മൾ കിട്ടി.
ഇനി നമുക്ക് അരപ്പട്ട ഇതിന് കിട്ടുമോ നോക്കാം. കാരണം അരപ്പട്ടയ്ക്ക് വേണ്ടത് 15 വീതി വേണ്ടത്. നമുക്ക് കിട്ടൂല, നമുക്ക് ലാസ്റ്റ് എടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് എടുക്കാം. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് ടോട്ടൽ 2.5 മീറ്ററൊക്കെ വേണ്ടി വരും. നമുക്ക് ചുരിപ്പേൻ്റെ 2.5 മീറ്റർ വരെ വേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ അരപ്പട്ടക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ അതിൽ നിന്ന് തന്നെ ഇപ്പോൾ കുറച്ച് കട്ടിങ് ആയിട്ട് പോയിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്ത് തുടങ്ങാം. നമുക്ക് ക്ലോസ് ആയി കിടക്കണതൊക്കെ ഒന്ന് വേർതിരിച്ചു കൊടുക്കാം കേട്ടോ. ഞങ്ങൾക്ക് ടോട്ടൽ 4 പീസ് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ടോട്ടൽ 4, 1, 2, 3, 4. ഇതും അങ്ങനത്തെ നമുക്ക് വേർതിരിച്ചു കൊടുക്കാം. അങ്ങനെ ഇതും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് നിർത്തുമ്പോൾ ഇതുപോലെ ആയിരിക്കും കേട്ടോ കിട്ടുക. ഇനി നമുക്ക് ഈ പീസുകളൊക്കെ എവിടെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇങ്ങനെ പീസ് നമ്മൾ ആ കാലില്ലേ അത് നിർത്തുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുക കേട്ടോ. നമ്മൾ ആ ക്രോസ് ആയിട്ട് ഇത് തൊടയളവാണ്. അത് അങ്ങനെ നിർത്തുമ്പോൾ ഒരു ഭാഗമാണിട്ടത് നിർത്തുമ്പോൾ ഇങ്ങനെ കിട്ടുക. നമുക്ക് ഇങ്ങനത്തെ 2 പീസ്, നമുക്ക് 4 പീസായിട്ട് നമ്മൾ സീറ്റാളോ റികാളം കൂടിയ ഭാഗം ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 പീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ തുടയളവിൻ്റെ അതേ സെയിം അളവ് അടയാളപ്പെടുത്തിയിട്ടുള്ളൊരു ഭാഗവും ഇതിനോട് ചേർത്ത് വെക്കണം. ആ സമയത്ത് നമ്മൾ ഈ ഒരു വളവുണ്ടല്ലോ മനസ്സിലല്ലേ, ഈ ഒരു കർവ് വരുന്ന ഭാഗം പുറത്തേക്ക് വരും വേണം. ഇത് അകത്താവരുത്, ഈ ഒരു ഭാഗത്തേക്ക് തന്നെ വരണം. മനസ്സിലായില്ലേ? ഇതും അതേപോലെ തന്നെ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തേക്ക് കർവ് വരാം. താഴത്തേക്കല്ല മുകൾക്കുമല്ല, സെൻറ്റർക്ക് ഈ ഒരു കർവിൻ്റെ ഭാഗം വരണം. തുടയളവും എന്നിട്ട് ഇതിന് ഉള്ളിലേക്കാക്കിയാണ്ടതും ഇതിലൂടെ ഇങ്ങനെ തയ്ക്കണം. ഇതിങ്ങനെ തയ്ച്ചെടുക്കുക. ഇതുപോലെ തന്നെ മറ്റേ ഭാഗവും ചെയ്യാം. ഇത് മാറരുത് കേട്ടോ, ഇത് പുറത്തേക്ക് വരണം. താഴത്തേക്കല്ല മുകൾക്കുമല്ല, സെൻറ്റർക്ക് തന്നെ വരണം. അതുപോലെ തന്നെ എവിടെയും നമ്മൾ തുടയളവ് എടുത്ത ആ ഭാഗമാണ് എവിടെയും ജോയിൻ ചെയ്യേണ്ടത്. ഇതുപോലെ മറ്റേതും ചെയ്യാം. അതാണ് ഇനി നമുക്ക് മാറണ്ട. 1ാമത്തെ 2ാമത്തെ 3, 4 അങ്ങനെ ഇതേപോലെ തന്നെ മറ്റേ കാലിനും കൂടി ചെയ്യാം. ഇത് ഞാൻ മാറാതെക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇപ്പോൾ തന്നെ പറഞ്ഞു തരുന്നത്. നമുക്കിനി സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിൽ പെട്ടെന്ന് ഉണ്ടാവും. ഇത് ഈ ഭാഗം പെട്ടെന്ന് തയ്ച്ചെടുക്കുക, ഈ ഭാഗം പെട്ടെന്ന് തയ്ച്ചെടുക്കുക, മറ്റേ കാലിനും അതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. ഇനി നമുക്കിനി അരപ്പട്ട കട്ടിങ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് അരപ്പട്ടയാണ് വേണ്ടത്. അരപ്പട്ടക്ക് നമ്മൾ വേറെ പീസ് എടുത്തിട്ടാണ് കേട്ടോ. നമ്മളെ തുണികൾ കിട്ടിയിട്ടില്ല. അത് 2.5 മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ നമുക്ക് ലെങ്ത്ത് വേണ്ടത് 15 ടോട്ടൽ എന്താ പറയുക വണ്ണം വേണ്ടത് കേട്ടോ. ഇത് 4 പീസാണ്. അപ്പോൾ ഇതിലൊരു ഭാഗമാണ് ഈ 15 വരുന്നത്. അപ്പോൾ താഴത്തേക്കുള്ള വണ്ണം നമ്മൾ നോർമൽ ഒരാൾക്ക് എടുക്കുക 7 ഇഞ്ചാണ് വണ്ണം. കുട്ടികൾക്കാണെങ്കിൽ 5 ആ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. മാറ്റിയിട്ടുണ്ട്. ഇത് 2 ക്ലോസ് ആയിട്ടൊക്കെ കിടക്കുന്നത്. അപ്പം അതൊക്കെ ഒന്ന് ഞാൻ വേർതിരിച്ചിട്ടെ. എത്ര 4 പീസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം 4 പീസ് ആയതുകൊണ്ട് എനിക്കെല്ലാം ഞാൻ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇതും ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇതെല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു ഓപ്പൺ ഭാഗം മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അവിടെ നമുക്കിത് മടക്കി അടിച്ചിട്ട് നമുക്ക് ഈ ഫാൻറ്റിനെ നമുക്ക് നമ്മൾ എന്താ പറയുക അത് കോർക്കുമല്ലോ, വള്ളി കോർക്കുന്നിടത്തൊരു മെയിൻ ഓപ്പൺ ആണല്ലോ, അത് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അവിടെ മടക്കി തയ്ക്കണം വേണം. എന്നിട്ട് നമുക്കിതിന് മറ്റേ സംഭവമൊക്കെ ബാൻഡൊക്കെ വെക്കണം. അതിനൊക്കെ പാടുള്ളതാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിങ് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ്സിലാക്കുക. എല്ലാം കൂടി ആ ഭാഗം തല കറങ്ങും കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.